96 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ ജനാധിപത്യത്തിൽ നാണം കെടുന്ന വിധത്തിലുള്ള നടപടികളെല്ലാം ഒരുപോലെ നടത്തിയിട്ടും തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിട്ടും ലോകത്ത് കിട്ടാവുന്നവരെല്ലാവരെയും അണിനിരത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വിജയം കാണുന്നു. ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാവുകയാണ്. കൂടുതൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ജനവിധി ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വിധേയത്വത്തോടെ ജനങ്ങളോട് കൂടുതൽ ഐക്യപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി ഇനി ഒരു തിരിച്ചുവരവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെന്ന ആഹ്ലാദം കൊണ്ട ഇടതുവിരുദ്ധ കേന്ദ്രങ്ങളെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ബലം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും. ഞങ്ങളെ പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്നതേ ഇല്ല. ഇതിങ്ങനെ തന്നെ വരാനേ പറ്റുള്ളൂ. ഇതാണ് ജനങ്ങളുടെ വികാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ കണക്ക് വരവൂരിൽ കൃത്യമാണ്, ദേശമംഗലത്ത് കൃത്യമാണ്, വള്ളത്തോൾ നഗറിൽ കൃത്യമാണ്, പാഞ്ഞാളി കൃത്യമാണ്. പോയി വരട്ടെ, ഒന്ന് എണ്ണിക്കഴിഞ്ഞ് വരട്ടെ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രവചനത്തിൽ ഒരു തെറ്റും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിന് സാധാരണ തെരഞ്ഞെടുപ്പുകളെക്കാൾ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഓരോരുത്തരും അവരുടെ പക്ഷത്തെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരമഗീതം കുറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, ഒരേ വരികളോടെ പ്രതിപക്ഷ സംഘം ആകെ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തുണ്ടാകുന്ന വിജയത്തിൽ ഒത്തുചേർന്ന ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അല്ല, സമാനതകളില്ലാത്ത പ്രവർത്തനം കോൺഗ്രസ് നടത്തിയെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവിന്റെ 3000 വോട്ടിന്റെ പ്രവർത്തനമൊക്കെയാണ് കഴിഞ്ഞ നടത്തിയത്. അപ്പൊ അദ്ദേഹവും ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെട്ടു. അല്ല, ഞാൻ പറഞ്ഞത് ഈ ജനാധിപത്യത്തിന്റെ വിജയമാണ് നിങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ എല്ലാവർക്കും വന്ന് തമ്പടിക്കാൻ പറ്റിയൊരു സ്ഥലമായി ചേലക്കര മാറി. ആളുകൾ കൂടുതൽ തമ്പടിച്ചതുകൊണ്ട് ജനാധിപത്യം കൂടുതൽ പ്രോജ്വലമായി എന്ന് നമുക്ക് കരുതാം. ആളുകൾ കൂടുതൽ തമ്പടിച്ചതുകൊണ്ട് ഈ ചേലക്കരയിൽ ആഭ്യന്തര വരുമാനത്തിൽ ഒരു നല്ല വർധനവുണ്ടായി. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. കുറച്ചുകൂടി ആളുകൾ വരേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആര് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം ആരെങ്കിലുടെയും വരവിനോടോ ആരുടെയെങ്കിലും പൊതുയോഗത്തിനോടോ ആരുടെയെങ്കിലും അപവാദ പ്രചരണത്തിനോടോ തുലനം ചെയ്യാൻ വിധാത്ത വിധത്തിൽ ഉയർന്നു നിന്നു എന്നുള്ളതാണ് ശരി. എല്ലാ പ്രവചനങ്ങളും ഞങ്ങൾ ആദ്യം മുതലേ ഈ സംഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇടതുവിരുദ്ധ കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ ഈ ഫലം ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നത്. കെ രാജനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയാണ് മന്ത്രിമാരും മറ്റും ഇനി ചെയ്യുക.